ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് സന്ധിവേദന, നടുവേദന, ശരീരബലം കൂട്ടാൻ, അതുപോലെ തന്നെ പ്രതിരോധ ശക്തി കൂട്ടാനും ഒക്കെയുള്ള ഒരു അടിപൊളി ഔഷധക്കൂട്ടാണ്. നമ്മുടെ കർക്കിടക മാസം ആകുമ്പത്തിന് എല്ലാവരുടെയും പ്രതിരോധ ശക്തി കുറയുമല്ലോ. അപ്പൊ അത് കൂട്ടാനുള്ള ഔഷധക്കൂട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. ആദ്യം തന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയായിട്ട് എടുക്കാം. ഞാൻ മുതിരയും അതുപോലെ തന്നെ നവേരിയും എല്ലാം കഴുകി വൃത്തിയായിട്ട് നമുക്കൊന്ന് ഉണക്കി, ഒരു കോട്ടൺ തുണി വെച്ച് ഉണക്കി വൃത്തിയാക്കി എടുക്കണം. പിന്നെ ഞാൻ എടുക്കുന്ന എള്ളാണ് കേട്ടോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ എല്ലാം കഴുകി ഞാനൊരു കോട്ടൺ തുണിയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് നല്ലതായിട്ട് ഉണങ്ങി കിട്ടും. അതിനുശേഷം ഞാൻ ഓരോ ഐറ്റം 1 by 1 ആയിട്ട് കാണിച്ചു തരാം. എന്തൊക്കെ ഐറ്റമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് നവേരി, അതുപോലെ തന്നെ എള്ള്, അയമോദകം, പിന്നെ നമ്മുടെ കപ്പലണ്ടി, വറക്കാത്ത കപ്പലണ്ടിയാണ്. അതുപോലെ തന്നെ കരിഞ്ജീരകം, അൽമണ്ട്, അയമോദകം, പിന്നെ മുതിര, ഉലുവ, ആശാളി, ചെറിയ ജീരകം, കാഷ്യൂനട്ട്, റാഗിപ്പൊടി. ഇത്ര ഐറ്റമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇത് തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഐറ്റമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എല്ലാവർക്കും ഓരോന്നിന്റെ ഔഷധം എന്തൊക്കെ പ്രയോജനങ്ങൾ ഉള്ളതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ നിങ്ങൾ മിസ് ചെയ്യാതെ ഇത് ഫുള്ള് കാണണം കേട്ടോ. ആദ്യം തന്നെ ഞാൻ എടുക്കുന്ന മുതിരയാണ്. മുതിരയിൽ അടങ്ങിയിട്ടുള്ളത് ഫൈബർ, പ്രോട്ടീന്, വെയിറ്റ് ലോസ്, അതുപോലെ ബ്ലഡ് ഷുഗർ, ഹിമോഗ്ലോബിൻ കൂടുന്നു. അങ്ങനെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അത് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. മുതിരയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകാൻ പാടില്ല, അത് ശ്രദ്ധിച്ചോണം കേട്ടോ. നമ്മുടെ ഇരുമ്പിന്റെ കല്ലായതുകൊണ്ട് അത് ശ്രദ്ധിച്ചോണം. അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ട് എല്ലാം ഒന്ന് ഇതായതിനു ശേഷം എടുത്ത് മാറ്റി ഒരു പ്ലേറ്റ് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നവേരിയാണ്. നവേരിയിലാണെങ്കിൽ വാതരോഗം, ബലക്ഷയം, ഉദരരോഗം, അതുപോലെ തന്നെ ക്ഷീണം, പ്രോട്ടീൻ കൂടുന്നു, ശ്വാസകോശം, അങ്ങനെ ഒരുപാട് ഹൃദയ സംബന്ധമായ ഒരുപാട് ഗുണങ്ങൾക്ക് നല്ലതാണ്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉലുവാണ്. ഉലുവ എല്ലാവർക്കും പറയേണ്ട കാര്യമില്ല, നമ്മുടെ അടുക്കളയിലെല്ലാം ഉള്ളതല്ലേ. പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ, മുടി കൊഴിച്ചിൽ, താരൻ മാറാൻ, ആരോഗ്യബലം കൂട്ടാനൊക്കെ ഉള്ളതാണ്. പിന്നെ ഉള്ളത് നമ്മൾ എള്ളാണ്. എള്ളിന്റെ ഗുണം എല്ലാവർക്കും അറിയാമല്ലോ. ഫൈബർ, കൊളസ്ട്രോൾ, പിന്നെ അതുപോലെ എല്ല് തേയ്മാനം, കാൽസ്യം, കോപ്പർ, അങ്ങനെ ഒരുപാട് ഗുണം ഉള്ളതാണ്. ഞാനിങ്ങനെ ഓരോന്നും പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ല. ആശാളി കഴുകാൻ പാടില്ല കേട്ടോ. അതിലാണെങ്കിൽ രക്തം വർദ്ധിക്കാൻ, ആസ്മ, ഓർമ്മശക്തിക്കൊക്കെ ആശാളി നല്ല ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ എടുത്ത് മാറ്റണം. പിന്നെ ഉള്ളത് ചെറിയ ജീരകമാണ്. അതിന്റെ ഗുണങ്ങളും എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഇതെല്ലാം എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ഇടുന്നത് അയമോദകമാണ്. അയമോദകത്തിന്റെ എല്ലാവർക്കും അറിയാമല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. ദഹനം, ഗ്യാസ്, ജലദോഷം, അതുപോലെ തന്നെ അസിഡിറ്റി, കുടവയറ് കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ പ്രസവരക്ഷയ്ക്ക്, ത്വക്ക് രോഗങ്ങൾ, അങ്ങനെ എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട്. പിന്നെ ചെറിയ ജീരകം. പിന്നെ എടുക്കുന്നത് കപ്പലണ്ടിയാണ് കേട്ടോ. കപ്പലണ്ടിയിലാണെങ്കിൽ പ്രോട്ടീന്, മിനറൽസ്, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള, ഇത് വറക്കാത്ത കപ്പലണ്ടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് ബദാമാണ്. ബദാമിലാണെങ്കിൽ വിറ്റാമിൻ ഇ, ഒമേഗ 3, ഫാറ്റി ആസിഡ്, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടല്ലോ. ഞാൻ ഓരോന്നും അങ്ങനെ എടുത്ത് പറയുവാണ്. പിന്നെ അതുപോലെ തന്നെ കാഷ്യൂനട്ടിലാണെങ്കിൽ വൈറ്റമിൻ, മഗ്നീഷ്യം, കോപ്പർ, ഫാറ്റി ആസിഡ്, പിന്നെ അയണ്, ഹൃദയത്തിനൊക്കെ നല്ലതാണ് നമ്മുടെ കാഷ്യൂ നട്ട്സ്. അപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഇവിടെ റാഗിയുടെ പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. എന്റെ അടുത്ത് റാഗി ഇല്ലാത്തത് കൊണ്ടാണ് അതിന്റെ പൊടി എടുക്കുന്നത്. നിങ്ങളുടെ റാഗി ഉണ്ടെങ്കിൽ അത് എടുത്ത് വറുത്ത് പൊടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ റാഗിപ്പൊടി രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ നല്ലതാണ് കേട്ടോ. അടിപൊളിയാണ്. അപ്പൊ എല്ലാവർക്കും ചെറിയവർക്കും വലിയവർക്കും എല്ലാം കഴിക്കാൻ നല്ലതാണ്. അപ്പൊ ഞാൻ എല്ലാം കൂടെ ഒരു പ്ലേറ്റിനകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതെല്ലാം തണുത്തതിന് ശേഷം വേണം നമുക്ക് ഇതെല്ലാം പൊടിച്ചെടുക്കാൻ. അപ്പൊ ഞാൻ ചുക്കും ഏലക്കായും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പൊ ഓരോന്നും നമുക്ക് പൊടിച്ചുകൊണ്ട് വരാം കേട്ടോ. ആദ്യം തന്നെ ഞാനിവിടെ പൊടിക്കുന്നത് മുതിരയാണ് കേട്ടോ. മുതിര ഒരുപാട് ഗുണങ്ങളുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. വെയിറ്റ് ലോസിന് ആൾക്കാർ ഏറ്റവും കൂടുതൽ മുതിരയാണ് കഴിക്കാറുള്ളത്. അത് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഇങ്ങനെ പറയുമ്പം ബോറടിക്കുന്നുണ്ടോ? പിന്നെ നവേരിയാണ്. നവേരി വെയിറ്റ് കൂട്ടാൻ നല്ലതാണ് കേട്ടോ. ഈ വെയിറ്റ് ഇല്ലാത്ത കുട്ടികൾക്ക് കൊടുക്കാമെങ്കിൽ നല്ല വെയിറ്റ് കൂടും നവേരി ഇടക്കിടയ്ക്ക് കൊടുക്കാമെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഇത് എള്ളാണ്. എള്ള് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എള്ള് ഫൈബറൊക്കെ ഒരുപാടുള്ള എള്ളിനകത്ത്. പിന്നെ ഞാൻ എടുക്കുന്നത് ആശാളിയാണ് കേട്ടോ. ആശാളി കഴുകരുത് കേട്ടോ. കഴുകാതെ വേണം വറുത്ത് പൊടിക്കാൻ. ഓർമ്മശക്തിയൊക്കെ കൂട്ടാൻ നല്ലതാണ്. ആസ്മയ്ക്കും ഒക്കെ ആശാളി നല്ലതാണ്. പിന്നെ ഞാൻ ഇവിടെ എടുക്കുന്നത് എന്താണ്, ചെറിയ ജീരകമാണ്. ചെറിയ ജീരകമൊക്കെ നമ്മൾ വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കാറുണ്ടല്ലോ, വയറ് കുറയാനും ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. പിന്നെ അയമോദകമാണ്. അയമോദകത്തിന്റെ ഒക്കെ ഗുണം ദഹനം, ഗ്യാസ്, ജലദോഷം വന്നാൽ നല്ലത്, അസിഡിറ്റിക്ക് അങ്ങനെയൊക്കെ നല്ലതാ, കുടവേറ് കുറയാനും നല്ലതാട്ടോ. പിന്നെ ഉലുവ എല്ലാരും നമ്മുടെ മുടി താരം വരാനൊക്കെ എപ്പോഴും തലയിൽ തേക്കുന്ന, മുടി കൊഴിച്ചിലിനൊക്കെ ഞാനും ഇടക്കിടയ്ക്ക് തേക്കാറുണ്ട് കേട്ടോ. പിന്നീട് പൊടിക്കുന്നത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. പിന്നീട് ഞാൻ എടുക്കുന്നത് എന്താണെന്ന് അറിയാവോ?
കപ്പലണ്ടിയാണ് കേട്ടോ. കപ്പലണ്ടി ഞാൻ തൊലി ഒന്ന് കളഞ്ഞാണ് എടുക്കുന്നത്. അതിനകത്ത് കപ്പലണ്ടിയിൽ ഒരുപാട് പ്രോട്ടീനും മിനറൽസും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് കപ്പലണ്ടി എടുക്കാം കേട്ടോ. അതെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പിന്നീട് ഞാൻ എടുക്കുന്നത് എന്താ, ബദാമാണ്. ബദാമും കാഷ്നട്ടോട് ഞാൻ ഒന്നിച്ചിടുവാണ് കേട്ടോ. വൈറ്റമിൻ ഇ, omega 3, ഫാറ്റി ആസിഡ് ഒക്കെ ഒരുപാടുണ്ടല്ലോ. അതുപോലെ തന്നെ മഗ്നീഷ്യം, കോപ്പർ എല്ലാം നമ്മുടെ ഇതിൽ രണ്ടിലും ഉണ്ട്. പിന്നെ ചുക്കും ഏലക്കായും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടു. അപ്പൊ നല്ലൊരു ഫ്ലേവർ ഒക്കെ കിട്ടത്തില്ലേ. അപ്പൊ ഇതെല്ലാം കൂടെ പൊടിച്ചെടുത്തതിന് ശേഷം ഈ പാത്രത്തിൽ തികയുന്നില്ല, ഞാൻ വലിയൊരു ബേസിൻ എടുത്തിട്ടുണ്ട്, വലിയൊരു പാത്രം എടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഇളക്കാൻ പറ്റാത്തത് കാരണം. പിന്നെ നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് വേണ്ടത് കരിപ്പട്ടിയാണ് കേട്ടോ. കരിപ്പട്ടി, അടിപൊളി കരിപ്പട്ടി ഉണ്ട്. നമ്മൾ ഈ അങ്ങാടിക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കരിപ്പട്ടി ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിട്ട്. അതാകുമ്പോൾ നന്നായിട്ട് കൈവച്ച് ഇളക്കുമ്പോൾ പൊടിഞ്ഞു കിട്ടുമല്ലോ. അത് കുറേ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം കുറച്ചിട്ട് നോക്കുക, പിന്നെ മധുരത്തിനനുസരിച്ച് നമുക്ക് രണ്ടാമത് ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ഈ വലിയ ബേസിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് കൈവച്ച് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. കൈവിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമ്മുടെ മധുരം എത്ര വേണോ അതിനനുസരിച്ച് എടുത്ത് നന്നായിട്ട് ഇളക്കി ഇപ്പൊ റെഡിയാക്കി ഇവിടെ എടുത്തിട്ട് നമുക്ക് ഉണ്ട പിടിക്കണമെങ്കിൽ ഉണ്ട പിടിച്ചും വെക്കാം. അതുപോലെ തന്നെ പൊടിയായിട്ട് വേണമെങ്കിൽ പൊടിയായിട്ട് നമുക്കൊരു ഉടയുന്ന ഇത് ഭരണി വേണം സൂക്ഷിക്കാൻ കേട്ടോ. അപ്പൊ അതിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം. ഞാൻ കുറച്ചുകൂടി ഉണ്ടയാക്കി എടുക്കുന്നുണ്ട്. ബാലൻസ് ഞാൻ പൊടിയായിട്ട് തന്നെ അങ്ങ് വെക്കുവാണ്. പിന്നീട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് മാത്രം ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇതിനകത്ത് തേങ്ങ ചേർക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പം നെയ്യുടെ അകത്ത് തേങ്ങ വറുത്ത് ചേർക്കും. ഞാൻ തേങ്ങ ചേർത്തിട്ടില്ല, കാരണം ഇതാവുമ്പോൾ മാസങ്ങളോളം കേടാവാതെ ഇരുന്നോളൂ. പൊടിയായിട്ട് നമുക്ക് സൂക്ഷിക്കാം, അതേപോലെ തന്നെ ഉണ്ട ഉരുട്ടി വേണമെങ്കിൽ സൂക്ഷിക്കാം. ഞാൻ കുറച്ച് ഉണ്ട ഇവിടെ ഉരുട്ടി വെക്കുന്നുണ്ട്, ബാലൻസ് എല്ലാം പൊടിയായിട്ടാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഉടയുന്ന ഭരണിയിൽ ഇട്ട് വേണം നമ്മളിത് സൂക്ഷിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അയക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു.